SIT ഈ കേസിൽ നിർണായകമായ തെളിവുകൾ ശേഖരിച്ച ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യുന്നതും കസ്റ്റഡിയിലെടുക്കുന്നതും. ക്ലബ് 7-ൽ പോയി പരിശോധന നടത്തുന്നു. ക്ലബ് 7-ലെ രജിസ്റ്ററിലെ വിവരങ്ങൾ ശേഖരിക്കുന്നു. അവിടെയുള്ള CCTV ദൃശ്യങ്ങൾ എടുക്കുന്നു. ഇന്നിപ്പോൾ പ്രൊസീജിയർ അനുസരിച്ചുള്ള ഒരു തെളിവെടുപ്പാണ് അവിടെ നടന്നത്. പക്ഷേ അപ്പോഴും 408-ാം നമ്പർ മുറിയിലെത്തുമ്പോഴും രാഹുൽ കൂസാതെ നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. രാഹുലിന്റെ കോൺഫിഡൻസ് ഇതുവരെയും പാസ്വേഡ് കൊടുക്കാത്ത ഈ ഐഫോണും ഒപ്പം മറ്റൊരു ലാപ്ടോപ്പുമാണ്. ഈ ലാപ്ടോപ്പ് കണ്ടെത്താനുള്ള ശ്രമത്തിലേക്ക് കടക്കുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. നിർണായകമായ ഡിജിറ്റൽ വിവരങ്ങളുണ്ട്. അത് ഈ മൂന്നാമത്തെ കേസിലെ അതിജീവിതയുടെ മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് നൽകിയ ആദ്യത്തെ അതിജീവിതയുടെ നഗ്നദൃശ്യങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിൽ ഫോണിൽ സൂക്ഷിച്ചിരുന്നുവെന്നും അത്തരം മെസ്സേജുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അതിജീവിതയ്ക്ക് അയച്ചു എന്നുള്ളതും നമ്മൾ പുറത്തുവിട്ടതാണ്. അപ്പോൾ ഈ മൊബൈൽ ഫോണും ലാപ്ടോപ്പും വളരെ വളരെ നിർണായകമാണ്. SIT ഈ അന്വേഷണം ഇനി മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകും? 2 ദിവസം കൂടി കസ്റ്റഡിയിലുണ്ട്. അത് കഴിഞ്ഞാൽ വീണ്ടും കോടതിയിൽ ഹാജരാക്കണം. ആ സമയത്ത് ജാമ്യാപേക്ഷയുമായി വരും. ജാമ്യാപേക്ഷ എതിർക്കുന്നതിന് കൂടുതൽ കാമ്പുള്ള തെളിവുകൾ കണ്ടെത്തേണ്ടി വരും. ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധം എന്നാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉറച്ചു നിൽക്കുന്നത്. പക്ഷേ ചാറ്റുകൾ കണ്ടെത്തണം. ചാറ്റുകൾ കണ്ടെത്തി ഫോൺ ശാസ്ത്രീയ പരിശോധന നടത്തണം. അതുക്കും മേലെ തെളിവുകൾ ഉണ്ടോ എന്നതും പരിശോധിക്കണ്ടേ? അരുൺകുമാർ, പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ വെല്ലുവിളിയുണ്ട്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദ്യം ചെയ്യലുമായി ഇതുവരെ സഹകരിക്കുന്നില്ല. മാത്രമല്ല, മറ്റ് സാധാരണ പ്രതികളെ കൈകാര്യം ചെയ്യുന്നത് പോലെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൈകാര്യം ചെയ്യുക അത്ര എളുപ്പമായിരിക്കില്ല. കാരണം MLA എന്ന ഒരു പരിരക്ഷ രാഹുൽ മാങ്കൂട്ടത്തിൽ കൃത്യമായി ഉപയോഗിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അന്വേഷണ സംഘം പരമാവധി തെളിവുകൾ ശേഖരിക്കാൻ ആദ്യഘട്ടം മുതൽ തന്നെ ശ്രമം നടത്തിയതാണ്. പ്രത്യേകിച്ച് പരാതി വന്നപ്പോൾ അപ്പോൾ തന്നെ ചാടിക്കയറി FIR രജിസ്റ്റർ ചെയ്തിരുന്നില്ല. നേരെ മറിച്ച് തെളിവ് ശേഖരണം, പ്രാഥമികമായ തെളിവ് ശേഖരണത്തിലേക്ക് കടന്നു. ആദ്യം മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം പിന്നീട് ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കുകയും ടവർ ലൊക്കേഷൻ ഉൾപ്പെടെ ശേഖരിക്കുന്നു. ആ ഹോട്ടലിലെ പീഡനം നടന്നെന്ന് പെൺകുട്ടി പരാതി പറഞ്ഞ ഹോട്ടലിലെ രജിസ്റ്റർ ഉൾപ്പെടെ ശേഖരിച്ച് അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയതായി സ്ഥിരീകരിച്ചതിന് ശേഷമാണ് മറ്റ് നടപടികളിലേക്ക്. 9-ാം തീയതിയാണ് FIR രജിസ്റ്റർ ചെയ്തത്. അതിൽ ഏറ്റവും പ്രധാനമാകുന്നത് ഡിജിറ്റൽ എവിഡൻസുകളാണ്. ഈ ഡിജിറ്റൽ തെളിവുകൾ കണ്ടെത്തണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഡിജിറ്റൽ ഡിവൈസുകൾ അത് വിശദമായി പരിശോധിക്കേണ്ടി വരും. അത് മൊബൈൽ ഫോണുണ്ട്. 2 മൊബൈൽ ഫോണുകളാണ് ഇതുവരെ കസ്റ്റഡിയിലെടുത്തത്. അതിനൊപ്പം തന്നെ ലാപ്ടോപ്പ് അടക്കമുള്ള മറ്റ് ഡിവൈസുകൾ. ഇനി ഹാർഡ് ഡിസ്കുകൾ എവിടെയെങ്കിലും രാഹുൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ എന്ന് വ്യക്തമല്ല. ആ ഹാർഡ് ഡിസ്കിലായിരിക്കാം ഒരുപക്ഷെ കൂടുതൽ തെളിവുകൾ ഉണ്ടാകാൻ സാധ്യത. ഈ മൊബൈൽ ഫോണായാലും ലാപ്ടോപ്പ് ആയാലും ഈ ഡിജിറ്റൽ ഡിവൈസുകളിൽ കൂടുതൽ പെൺകുട്ടികളെ രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചതിൻ്റെ തെളിവുകൾ കാണാൻ സാധ്യതയുണ്ടെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. കാരണം 1-ൽ കൂടുതൽ പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തി ഗർഭഛിദ്രത്തിന് വിധേയമാക്കിയിട്ടുണ്ടെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ പോലീസ് സ്ഥിരീകരിച്ചതാണ്. അതിൽ നിലവിൽ അങ്ങനെ ഗർഭഛിദ്രത്തിന് വിധേയമായ 2 പേർ മാത്രമാണ് പരാതി നൽകിയത്. ഇനിയും ഒട്ടേറെ പേർ പരാതി നൽകാനുണ്ട്. ആ പരാതി വരുന്നതിന് മുമ്പ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ ഡിജിറ്റൽ ഡിവൈസുകൾ, അത് മൊബൈൽ ഫോൺ അടക്കം വിശദമായി പരിശോധിച്ചാൽ അതിന് സാധൂകരിക്കുന്ന തെളിവുകൾ കണ്ടെത്താൻ കഴിയുമെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. മാത്രവുമല്ല, ഈ കേസിന് ശക്തമായ തെളിവുകൾ ആവശ്യമാണ്. ആ തെളിവുകൾ കണ്ടെത്തുക. രാഹുൽ മാങ്കൂട്ടത്തിനെ വിശദമായി ചോദ്യം ചെയ്താൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ കുറ്റം സമ്മതിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കണം. കാരണം തെളിവുകൾ അത്രയുമുണ്ട് എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. ഇത്രയും തെളിവുകൾ ഉണ്ടായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ മൗനം പാലിക്കുന്നു. അന്വേഷണ സംഘവുമായി കൃത്യമായി സഹകരിക്കാതെ ആദ്യഘട്ടത്തിലൊക്കെ അഭിഭാഷകനുമായി സംസാരിച്ചതിന് ശേഷം മാത്രമേ താൻ സംസാരിക്കുകയുള്ളൂ എന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലെ പിടിവാശി. ഭക്ഷണം കഴിക്കാതെ വലിയ വാശിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നപ്പോൾ അന്വേഷണ സംഘം അവിടെ തൽക്കാലത്തേക്ക് ഈ ചോദ്യം ചെയ്യൽ അവസാനിപ്പിക്കുകയായിരുന്നു. പക്ഷെ ഇനി അങ്ങോട്ട് അങ്ങനെ ആയിരിക്കില്ല. ഈ കാര്യം കോടതിയെ ധരിപ്പിക്കും. ഇന്നുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ നിസ്സഹകരണം തുടരുകയാണെങ്കിൽ കാര്യങ്ങൾ കോടതിയെ ധരിപ്പിക്കാനാണ് സാധ്യത. കൂടുതൽ ദിവസത്തേക്ക് കസ്റ്റഡി ആവശ്യപ്പെടേണ്ടി വരും അങ്ങനെയാണെങ്കിൽ. ഏതായാലും ഇനി പാലക്കാട്ടേക്ക് തെളിവെടുപ്പിന് രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുപോകുമോ എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അവിടെ ഇത് ഏറ്റവും പ്രധാനം. അവിടെ നിന്നും തെളിവ് ശേഖരിക്കേണ്ടതുണ്ട് അന്വേഷണ സംഘത്തിന്. അവിടെ ഈ പെൺകുട്ടി എത്തുകയും ചെയ്തിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് തെളിവ് ശേഖരണം ആവശ്യമാണ്. ഈ ഡിവൈസുകളൊക്കെ എവിടെയാണ് ഒളിപ്പിച്ചത്? MLA ഓഫീസിലാണോ? അതല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ വടകരയിലെ ഫ്ളാറ്റിലാണോ തെളിവുകൾ ഒളിപ്പിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ ആണ് വ്യക്തത തേടേണ്ടത്. അതുകൊണ്ട് അന്വേഷണ സംഘം വിട്ടുവീഴ്ചയില്ലാത്ത സമീപനത്തിലേക്ക് ഇനി കടക്കാനുള്ള സാധ്യതയുണ്ട്. അല്ലാതെ അന്വേഷണത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല.
ജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള മൂന്നാമത്തെ പരാതിയിൽ അന്വേഷണം നടത്തുന്നത്. അരുൺകുമാർ. ഓക്കെ റോഷി തുടരുക. നമുക്കൊപ്പം ജയശങ്കർ കൂടി തുടരുന്നുണ്ട്. ഈ കേസിൽ പോലീസ് ചോദിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്, ഞാൻ ഹോട്ടലിൽ വന്നത് പെൺകുട്ടിയുമായി സംസാരിക്കാനാണെങ്കിൽ പുറത്ത് റെസ്റ്റോറൻറ്റിൽ നിന്നാൽ സംസാരിച്ചാൽ മതി എന്ന് പെൺകുട്ടി പറഞ്ഞതല്ലേ? പെൺകുട്ടിയുടെ മൊഴിയിൽ ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റിൽ അതുണ്ടല്ലോ. പിന്നെ റൂമിൽ പോവുകയും 2 മണിക്കൂർ സമയം ആ റൂമിൽ ചെലവഴിച്ചതും എന്തിനാണ്? കാര്യം അതൊക്കെ CCTV ദൃശ്യങ്ങളിലുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അന്വേഷണ സംഘത്തോട് കാര്യമായിട്ട് പ്രതികരിക്കുന്നില്ല എന്നുള്ള വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാവുന്നത്. വലിയ തെളിവുകളൊന്നും കൊടുക്കാൻ തയ്യാറാവുന്നില്ല. പക്ഷേ ആ ഫോണും ലാപ്ടോപ്പും വളരെ വളരെ നിർണായകമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഒരു പ്രേക്ഷകൻ പറയുന്നു, പൊതുപണവും വയനാട് ഫണ്ട് വെച്ചാണോ അവൻ ഈ കളി മുഴുവൻ കളിച്ചത് എന്ന് ചോദിക്കുന്നു. മുഴുവൻ പണവും ഇല്ലെങ്കിലും ഈ ഫണ്ടിന്റെ കളക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ലക്കി ഡ്രോ നടത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇയാൾ ചെറിയ കളിയൊക്കെ കളിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റിലുണ്ട്. രാഹുൽ അതിജീവിതയെ ബലം പ്രയോഗിച്ച് ഹോട്ടലിലേക്ക് പിടിച്ചുകൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. ബലപ്രയോഗം എന്നുള്ളത് നിയമപരമായി വ്യത്യസ്ത തരത്തിലാണ് വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നത്. സമ്മതം എന്നുള്ളത് അത് മാനിപ്പുലേറ്റഡ് കൺസെന്റ് ആണെങ്കിൽ അത് കൺസെന്റ് ഇല്ലായ്മയായിട്ട് കണക്കാക്കാം എന്നുള്ളതാണ് നമ്മളുടെ നിയമത്തിൽ പറയുന്നത്.